ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് മേക്കപ്പ് ഇടാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിടുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാനപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഹിമാലയയുടെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വേറൊരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഹിമാലയയുടെ തന്നെയാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്തു. അത് നന്നായിട്ട് എല്ലാവിടെയും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ടാൽക്കം പൗഡർ എടുത്തു. യാഡ്ലിയുടെയാണ് കേട്ടോ. യാഡ്ലി തന്നെയാണ് മുന്നേ തൊട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് തന്നെയാണ് ഞാൻ എടുത്തേക്കണത്. യാഡ്ലി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്കൂറയുടെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് യാഡ്ലിയാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത് അത് എടുത്തു കേട്ടോ. മൂന്നാമതായിട്ട് ഞാൻ കാജലെടുത്തു കേട്ടോ. ഹിമാലയയുടെ കാജലെടുത്തു. അത് താഴെ മുകളിലോട്ടും വെറുതെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഐലൈനറൊന്നും ഉപയോഗിച്ചിട്ടൊന്നും എഴുതണില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തു. അത് ഫൗണ്ടേഷൻ ഒന്നുമില്ലെങ്കിലും നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ എനിക്ക് ഈ ഷെയ്ഡ് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യണത് എവിടെയെങ്കിലേക്കൊക്കെ പോകുമ്പോൾ. എനിക്കിതാണ് ഭയങ്കര ഇഷ്ടം. ഈ ഷെയ്ഡാണ് ഇഷ്ടം കേട്ടോ. ഇത് 0815 ആണ് കേട്ടോ. ഇത് നമ്മുടെ ലിപ്പിനൊക്കെ ഒരുവിധം മാച്ചായിട്ടുള്ള കളറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അത് വല്ലാണ്ട് അധികം ഡാർക്ക് ആവാണ്ടിരിക്കാനായിട്ട് കുറച്ച് ടാൽക്കം പൗഡർ അതിൻ്റെ മുകളിൽ കൂടെ ഇടും കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ അത്. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചിപ്പോൾ ടാൽക്കം പൗഡർ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൻ്റെ കളറ് പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ സെയിം കളറായിട്ട് തന്നെ നിൽക്കും കേട്ടോ. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഒരു പൊട്ട് തൊട്ടു കേട്ടോ. പിന്നെ ഞാൻ ഹെയർ ഒന്ന് അഴിച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് മുടി ഇട്ടിട്ട് സ്ക്രാബ് ഇട്ടു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മുടിയുടെ തുമ്പൊക്കെ ഒന്ന് ഇരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് സാരിയുടെ ലുക്കിലാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ അധികം ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് അപ്പോൾ ഫൗണ്ടേഷനൊന്നും അത് കാരണം കൊണ്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. മോയ്സ്ചറൈസറും പൗഡറും മാത്രം ഇട്ടിട്ടാണ് അങ്ങനെയാണ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചോളൂ. വീഡിയോ ലെങ്ത്തായിട്ട് ഇടാനായിട്ട് ഒഴിവ് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇനി പറ്റാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ അടുത്ത വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം.